നമസ്കാരം കൂട്ടുകാരെ, ഏവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ വീക്ക്ലി അനാലിസിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഈ മാർക്കറ്റിൻ്റെ കുറച്ച് ദിവസമായി വരാത്തത് കാരണം മാർക്കറ്റിനെ കുറച്ച് കാര്യങ്ങളും യാത്രയും കാര്യങ്ങളെ കൊണ്ടാണെന്ന് ഞാൻ ഇന്ന് നടന്ന മാർക്കറ്റ് പ്രൊഫൈലിനെ കുറിച്ചുള്ള ഒരു മിഥ്യയും സത്യം എന്ന് പറഞ്ഞൊരു വീഡിയോ സീരീസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ വീക്കിലി അനാലിസിലേക്ക് ഏവർക്കും ഒരിക്കലും കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് നമുക്ക് ഡയറക്റ്റായി തന്നെ പോവാം. നിഫ്റ്റി കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു നോർമൽ വേരിയേഷൻ അപ്പായിരുന്നു നിഫ്റ്റി തന്നത്. നോർമൽ വേരിയേഷൻ അപ്പായിരുന്നു നിഫ്റ്റി തരുന്നത്. ഏകദേശം പറയുകയാണെങ്കിൽ HDFC ബാങ്കിൻ്റെ ന്യൂസ് നെഗറ്റീവായിട്ട് കൂടി നമ്മുടെ മാർക്കറ്റ് താഴേക്ക് വന്നു ഓപ്പൺ ചെയ്ത് ഗ്യാപ് ഡൗൺ ഫ്ലാറ്റ് ഓപ്പൺ ഓപ്ഷൻ ഔട്ട് ഓഫ് ദ റേഞ്ച് ആയിരുന്നു. ഏകദേശം 24,307 ഭാഗത്ത് ഓപ്പൺ ചെയ്തതിന് ശേഷം അവൻ താഴേക്ക് ഇറങ്ങി തിരിച്ച് കയറി. ഓൾമോസ്റ്റ് പറയുകയാണെങ്കിൽ റിലയൻസിൻ്റെ ജിയോയുടെ ഒരു ന്യൂസ് കാരണം എന്തുപറ്റി, ജിയോ സെപ്പറേറ്റ് ആക്കി മാറ്റാൻ പോകുന്നു എന്ന് പറഞ്ഞു. ജിയോ ഫിനാൻസ് അല്ല, റിലയൻസിൻ്റെ ജിയോ നെറ്റിൻ്റെ മൊബൈൽ സേവന കമ്പനിയായ റിലയൻസിൻ്റെ ജിയോ സെപ്പറേറ്റ് കമ്പനിയുമായിട്ട് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞൊരു ന്യൂസ് എന്തോ വന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ മാർക്കറ്റ് തിരിച്ച് കയറുകയും LPDയിലും എമ്മിലും പുതിയ ഹൈ വരികയും ചെയ്തു. ഇപ്പോൾ നിഫ്റ്റി നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ സ്ട്രക്ചർ പ്രകാരം നിഫ്റ്റി നോർമൽ വേരിയേഷൻ അപ്പ് വിത്ത് സ്പൈക്ക് ക്ലോസ് ആണ്. അതായത് സ്പൈക്ക് ഉണ്ട്, ഏകദേശം 24,373 തൊട്ട് 24,420 വരെ സ്പൈക്കിലാണ് അവ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സ്പൈക്കിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് പോകുമ്പോൾ കുറച്ചും കൂടെ നല്ലൊരു മൂവ്മെൻറ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഈ മാർക്കറ്റിൻ്റെ കുറച്ച് കാര്യങ്ങൾ അനലൈസ് ചെയ്ത് നമുക്ക് നോക്കിക്കൊണ്ട് നമുക്ക് ലെവൽ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് നമ്മുടെ സപ്പോർട്ട് ലെവലിൻ്റെ 284 ഭാഗത്ത് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറി വീണ്ടും താഴേക്ക് ഇറങ്ങി 284 ഭാഗത്ത് വീണ്ടും സപ്പോർട്ട് എടുത്ത് വീണ്ടും കയറുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ മാർക്കറ്റ് കഴിഞ്ഞ 3 ദിവസമായിട്ട് ഒരു ചെറിയൊരു ബാലൻസിങ്ങിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ വലിയ രീതിയിലുള്ള മൂവ്മെൻറ്റ് തരാനുള്ള ചാൻസ് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം മാർക്കറ്റ് പ്രൊഫൈലിൽ ഒരു സ്ട്രക്ചർ പ്രകാരം തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ബാലൻസിൻ്റെ എണ്ണം കൂടുന്തോറും അൺബാലൻസിൻ്റെ മൂവിൻ്റെ ശക്തി വളരെയധികം കൂടുതലായിരിക്കും. അറിയാം, നമ്മൾ പ്രഷർ കുക്കർ വയ്ക്കുമ്പോൾ എത്രത്തോളം പ്രഷർ കയറുമോ അത്രത്തോളം കുക്കർ പെട്ടെന്ന് പൊട്ടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പം നമുക്ക് നിഫ്റ്റിയുടെ ഈ ലെവലൊക്കെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്കൊന്ന് പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ഡെയിലി അനാലിസിസ് പറഞ്ഞതിന് ശേഷം മാർക്കറ്റ് പ്രൊഫൈൽ വെച്ച് വീക്കിലി ഒരു വ്യൂ കൂടെ നിങ്ങൾക്ക് തരുന്നതാണ്. കാരണം ഈ വരാൻ പോകുന്ന വീക്കിലി മാർക്കറ്റ് എങ്ങനെ പോകും നിങ്ങൾക്കൊരു സ്ട്രക്ചറൈസ് കിട്ടാൻ വേണ്ടി വീക്കിലി വ്യൂ കൂടെ തരുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം നിഫ്റ്റിയുടെ ഡെയിലി അനാലിസിലേക്ക് പോവാം. അപ്പോൾ നിഫ്റ്റി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നോർമൽ വേരിയേഷൻ അപ്പ് വിത്ത് സ്പൈക്ക് ക്ലോസ് ആണ്. നിഫ്റ്റി കൃത്യം പറയുകയാണെങ്കിൽ ഇന്ന് കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ POC ആയ 24,397 മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം 24,470 470 മുകളിൽ 530 530 മുകളിൽ 601 പറഞ്ഞ ലെവലും വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് നിഫ്റ്റിയെ സംബന്ധിച്ച്. ഇനി താഴോട്ടാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് 24,321 സ്ട്രോങ് സപ്പോർട്ടാണ്. 326 താഴെ 24,280 സ്ട്രോങ്ങും 280 താഴെ 24,232 ഒരു സ്ട്രോങ് സപ്പോർട്ടാണ്. 24,232 താഴെ 24,210 അതിന് താഴെ 150 വളരെയധികം സ്ട്രോങ് സപ്പോർട്ടീവായിട്ട് ആക്ട് ചെയ്യും. നമുക്ക് ആ ലെവൽ വ്യക്തമായി നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈലിലെ ചാർട്ടിൽ വരച്ചിരുക. അപ്പം നമുക്ക് ആദ്യം നോക്കേണ്ടത് നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരം നോർമൽ വേരിയേഷൻ അപ്പ് വിത്ത് സ്പൈക്ക് ക്ലോസ് ആയതുകൊണ്ട് നമ്മുടെ POCക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ഉണ്ട്. 24,327 നമ്മുടെ POC. അപ്പോൾ ഞാൻ ആ POC ഞാനൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. 24,327 നമ്മുടെ POC. ആ POCയുടെ കളർ നിങ്ങൾക്ക് അറിയാൻ പറ്റും, മാഗ്നീറ്റ കളർ. അപ്പോൾ അത് വ്യക്തമായി ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിൽ നിൽക്കുക ഫസ്റ്റ് അടുത്ത സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 24,370 താഴെ 24,397 ഒരു ചെറിയൊരു റെസിസ്റ്റൻസ്. അപ്പോൾ അതൊരു ആ റെസിസ്റ്റൻസിന് മുകളിൽ അടുത്ത വരുന്നത് എന്താണ്, 24,470. ഇനി അടുത്തൊരു റെസിസ്റ്റൻസ് 24,470യും 24,470ക്ക് മുകളിൽ 24,530യും 24,530 അതിന് മുകളിൽ 24,602 എന്ന് പറഞ്ഞ ലെവലിലേക്ക് മാർക്കറ്റ് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി താഴോട്ട് വരികയാണെങ്കിൽ താഴോട്ട് വരുമ്പോൾ നമുക്ക് 320 സപ്പോർട്ടുള്ള പോലെ 280ക്ക് നമുക്ക് ഒരു നല്ലൊരു സപ്പോർട്ടുണ്ട്. 24,280 ഒരു സ്ട്രോങ് സപ്പോർട്ടീവായിട്ട് ആക്ട് ചെയ്യും.
അതിന് താഴെ അടുത്ത വരുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 24,237 24,237. അതിന് താഴെ 24,150 എന്ന് പറഞ്ഞൊരു റേഞ്ച് സപ്പോർട്ട് ആയിരിക്കും. ഇടയ്ക്ക് ചെറിയൊരു സപ്പോർട്ടീവായിട്ട് 24,210 ഉണ്ട്. 24,210 195 ഉണ്ടെങ്കിൽ കൂടി നമുക്ക് ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് നീങ്ങുന്ന കളിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി ചിലപ്പോൾ പൊട്ടുകയാണെങ്കിൽ താഴോട്ട് വരുവാനും 24,250 പൊട്ടുകയാണെങ്കിൽ 150 വരെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇല്ല 24,397 400 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 470 530 602 വരെയുള്ള ചാൻസ് നിഫ്റ്റിക്ക് വളരെയധികം കൂടുതലാണ്. അപ്പം നമുക്ക് ഇത് നിഫ്റ്റിയുടെ ലെവൽ. ഇനി ബാങ്ക് നിഫ്റ്റി HDFCയുടെ ന്യൂസ് പ്രകാരം ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ലാർജ് എ പീരീഡിൽ വന്നതിന് ശേഷം പിന്നെ കൃത്യമായിട്ട് പറഞ്ഞാൽ നോർമൽ ഡേ സ്ട്രക്ചർ ആയിരുന്നു. വലിയ മൂവ്മെൻറ്റ് തന്നില്ല. ഈ ഓരോരോ സപ്പോർട്ട് 82,833 പൊട്ടി 52,710 വന്നു. അതിന് താഴെ 580 വന്നു. അതിന് താഴെ 350 വന്നു. 350 ഭാഗത്ത് നിന്ന് സപ്പോർട്ട് എടുത്ത് വീണ്ടും 550 സപ്പോർട്ട് എടുത്ത് വീണ്ടും 710 രീതിയിലേക്കാണ് നിഫ്റ്റി പ്ലേ ചെയ്തത്. കൃത്യമായിട്ട് പറയണമെങ്കിൽ ഈ ലെവൽ വെച്ച് ട്രേഡ് ചെയ്യുന്ന നിങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നല്ലൊരു ട്രേഡ് കിട്ടും. അത് വ്യക്തമായി നിങ്ങൾ ഓർത്തുകൊള്ളുക. നിങ്ങൾ ഈ ലെവൽ വരച്ച് തരുന്നത് തന്നെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടും വേണ്ടി മാത്രമാണ് വരച്ച് തന്നത്. അപ്പോൾ നമുക്ക് ഈ ലെവൽ നമുക്ക് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ലെവലിലേക്ക് നമുക്കൊന്ന് പോവാം. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽ പ്രകാരം ബാങ്ക് നിഫ്റ്റി നോർമൽ ഡേ ആയിരുന്നു. നോർമൽ ഡേ സ്ട്രക്ചർ പ്രകാരം ബാങ്ക് നിഫ്റ്റി പറയുകയാണെങ്കിൽ 52,630 POC. അപ്പം ക്ലോസ് ചെയ്തിരിക്കുന്നത് 700 ഭാഗത്താണ്. അപ്പോൾ 630, അതായത് ഈ പറഞ്ഞ 770 മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം ബാങ്ക് നിഫ്റ്റി 52,770 മുകളിൽ നിൽക്കുന്ന കാലം 52,920, അതിന് മുകളിൽ 53,000 എന്ന് പറഞ്ഞ ഈ POCയും 53,000 മുകളിൽ നിൽക്കും ഫലം 53,155, അതിന് മുകളിൽ നിൽക്കുമ്പോൾ 53,300 വരാനും 53,300 മുകളിലാണെങ്കിൽ 53,000 എത്രയാണ് 53,531 വരാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. ഇടയ്ക്ക് 53,420 ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസുമാണ് 420. സോ ഇനി താഴോട്ട് വരികയാണെങ്കിൽ 52,500 എന്ന് പറഞ്ഞ സ്ട്രോങ് സപ്പോർട്ടാണ്. 52,500 താഴെ 52,380, 52,380 താഴെ 52,260, 260 താഴെ ഈ 52,130 വരാൻ ചാൻസ് ഉണ്ട്. ഇനി 52,130 പൊട്ടുകയാണെങ്കിൽ മാത്രമേ ബാങ്ക് നിഫ്റ്റിക്കിന് അടിച്ച് താഴേക്ക് വരാനുള്ളൂ. അത് 51,970, അതിന് താഴെ 51,880 വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഇതാണ് ബാങ്ക് നിഫ്റ്റി ലെവലിൽ. HDFC ബാങ്കിന് നെഗറ്റീവ് ന്യൂസ് ഉള്ളത് കൊണ്ട് ബാങ്ക് നിഫ്റ്റിക്ക് ഒരു മൂവ്മെൻറ്റ് വരാനുള്ള ചാൻസ് കുറവാണ്. HDFC ബാങ്കിന് ഒരു മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള ചാൻസ് ഉള്ളൂ. നിങ്ങൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് മാർക്കറ്റ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ബാലൻസ് ചെയ്ത് തരാൻ റേഞ്ച് ബാലൻസ് ആണ്. ഒരു 52,130 53,300 ഉണ്ടെങ്കിൽ 1,250 പോയിൻറ്റിൻ്റെ ഒരു റേഞ്ചിൽ തന്നെ ബാങ്ക് നിഫ്റ്റി കിടന്ന് കളിക്കുകയാണ്. ഈ റേഞ്ച് പൊട്ടുകയാണെങ്കിൽ 54,000 മുകളിൽ പോകാനും താഴോട്ടാണെങ്കിൽ 51,000 വരെയുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഈ ലെവലൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. 52,630 നമ്മുടെ POC, അത് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ 52,630 നമ്മുടെ POC. അത് ഞാനൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കണേ. 52,630 POC. അപ്പോൾ നമുക്ക് ആ POC താഴെ നമുക്ക് ആദ്യം നോക്കേണ്ടത് സപ്പോർട്ട് നമുക്ക് എടുക്കാം. ഈ സപ്പോർട്ട് വെച്ചാൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ ഫസ്റ്റ് 52,500 ഫസ്റ്റ് സപ്പോർട്ട്. അതിന് താഴെ നമുക്ക് അടുത്ത് വരുന്നത് എന്താണ് 52,380, 52,380, അതിന് താഴെ 52,220, 52,220, അതിന് താഴെ 52,130, 52,130, അതിന് താഴെ 51,968, ഇതാണ് നമ്മുടെ താഴേക്കുള്ള സപ്പോർട്ട്. ഇനി നമുക്ക് മുകളിലേക്ക് റെസിസ്റ്റൻസ് വയ്ക്കാം. ഫസ്റ്റ് റെസിസ്റ്റൻസ് പറഞ്ഞാൽ 51,780, 51,780 നമ്മളെ സംബന്ധിച്ചുള്ള ഫസ്റ്റ് റെസിസ്റ്റൻസ് ആണ്. 51,780. സോ ഈ 51,780ക്ക് മുകളിൽ മാർക്കറ്റ് 52,780. ഓക്കെ, അതിന് മുകളിൽ അടുത്ത് വരുന്നത് എന്താണ് നമുക്ക് 52,926, അതിന് മുകളിൽ 53,000 എന്ന് പറഞ്ഞ റൗണ്ട് ഫിഗർ 53,000. ഓക്കെ, 53,000 മുകളിൽ
53,150 അതിന് മുകളിൽ 53,350. HDFC ബാങ്ക് കയറാതെ നമ്മളിനി ഒരു കയറ്റത്തിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു ആവശ്യവുമില്ല. കാരണം HDFC ബാങ്കാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത്. HDFC ബാങ്ക് ഇല്ലാതെ പിന്നെ മാർക്കറ്റ് എവിടെ പോകും? സോ അതുകൊണ്ട് മാർക്കറ്റ് ഇതിനകത്തുള്ള റേഞ്ചിൽ കിടന്ന് ഈ ഒരു 51,968 53,300 എന്ന് പറഞ്ഞ റേഞ്ചിൽ കിടന്ന് കളിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് പൊട്ടുകയാണെങ്കിൽ മാത്രമേ നല്ലൊരു രീതിയിലുള്ള മൂവ്മെൻറ്റ് വരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിക്കും കൂടുതലുള്ളൂ. ഇനി നമുക്ക് നോക്കേണ്ടത് വീക്കിലിയുടെ അനാലിസിസ്. നമുക്ക് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആണ് വീക്കിലി മാർക്കറ്റ് എങ്ങനെ പോയെന്ന് നമുക്ക് നോക്കണമല്ലോ, ഇല്ലെങ്കിൽ നമ്മൾ ട്രേഡ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ വീക്കിലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിഫ്റ്റി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 3 ദിവസമായിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഏതാണ് ഇത് ഈ പറയുകയാണെങ്കിൽ 1-ാം തീയതി 2, 3, 4, 5 അതിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ വീക്കിലി ഒരു നോർമൽ വേരിയേഷൻ അപ്പായിരുന്നു നമ്മുടെ നിഫ്റ്റിയുടെ വീക്കിലി സ്ട്രക്ചർ പ്രകാരം അവൻ്റെ POC വന്നിരിക്കുന്നത്. നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. വീക്കിലി പ്രകാരം നിഫ്റ്റി നോർമൽ വേരിയേഷൻ അപ്പ് വീക്കാണ്. അതായത് അപ്പ് സൈഡാണ് മാർക്കറ്റ് വന്നിരിക്കുന്നത്. അപ്പ് വീക്ക് പ്രകാരം നിഫ്റ്റി നിൽക്കുന്ന റേറ്റ് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. PVAP വന്നിരിക്കുന്നത് 24,321-നും POC വന്നിരിക്കുന്നത് 24,334 ഭാഗത്തുമാണ് POC നിൽക്കുന്നത്. നോർമൽ വേരിയേഷൻ അപ്പ് വീക്കാണ്. ടാർഗറ്റ് 3-4 കിട്ടിയായിരുന്നു നമുക്ക്. അപ്പം നിഫ്റ്റി നോക്കുകയാണെങ്കിൽ 24,420 15-ന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 24,415-ന് മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം ഈ വീക്കിൽ 24,703 വരാനുള്ള ചാൻസ് ഈ വീക്കിൽ കൂടുതലാണ്. ഇനി താഴോട്ടാണ് 24,200 താഴെ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ താഴോട്ട് 23,941 വരെയുള്ള ചാൻസ് ഈ നിഫ്റ്റി ഈ വീക്കിൽ വളരെയധികം കൂടുതലാണ്. സോ ഈ വീക്കിൻ്റെ വ്യൂ ആണ് ഞാൻ പറയുന്നത്, ഡേ അല്ല, ഈ വീക്കിലെ വ്യൂ ആണ്. അപ്പം മാർക്കറ്റ് 24,700 മോൾ സൈഡിലേക്ക് പോകാനും ഇല്ലെങ്കിൽ 23,940 എന്ന് പറഞ്ഞ ലെവലിലേക്ക് താഴേക്ക് പടിക്ക് വരികയാണെങ്കിൽ ഈ ലെവലിലേക്ക് വരാനുള്ള ഈ റേഞ്ചിനകത്ത് കിടന്ന് കളിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി ബാങ്ക് നിഫ്റ്റി ലെവൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി പ്യുവർലി ഒരു റേഞ്ചാണ്. ഈ ഒരു ന്യൂട്രൽ വീക്കാണ് ഈ വീക്ക്. താഴേക്ക് മുകളിലേക്ക് വന്നൊരു ന്യൂട്രൽ വീക്കാണ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച്. അത് വലിയ രീതിയിൽ ഞാൻ പറയുന്നില്ല, പ്യുവർലി ഒരു ന്യൂട്രൽ വീക്കാണ് ബാങ്ക് നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റിക്കായിരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് വീക്ക് വരാനുള്ള ചാൻസ് കൂടുതൽ കാണുന്നത്. കാരണം കഴിഞ്ഞ 6, 7, 8 ദിവസങ്ങളായിട്ട് ബാങ്ക് നിഫ്റ്റി വലിയ റേഞ്ചിലാണ് നിൽക്കുകയാണ്, നിങ്ങൾ കണ്ടറിയാൻ പറ്റും. സോ ഈ വീക്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ POC വന്ന് 61,680 ബാങ്ക് നിഫ്റ്റി 53,000 എന്ന് പറഞ്ഞ ഈ ഒരു റേഞ്ചിന് മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം ബാങ്ക് നിഫ്റ്റിക്ക് 53,813 വരെയുള്ള ചാൻസ് കൂടുതലാണ്. ഇനി താഴോട്ടാണെങ്കിൽ 52,130 താഴെ നിൽക്കുന്നിടത്തോളം കാലം ബാങ്ക് നിഫ്റ്റിക്ക് 51,346 എന്ന് പറഞ്ഞ ലെവലിലേക്ക് വരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിക്ക് കൂടുതലാണ്. ഇത് ഈ വരാൻ പോകുന്ന ഈ വീക്കിൻ്റെ ഒരു വ്യൂ ആണ്. അതൊരിക്കലും നമ്മൾ ഡെയിലി വ്യൂ ആയിട്ട് നിങ്ങൾ വെച്ച് ട്രേഡ് ചെയ്യാൻ പാടില്ല. വീക്ക്ലി വ്യൂ കാണുന്നത് നമ്മൾ ഈ ലെവലിന് താഴെ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിലും മുകളിലോട്ട് പോകുകയാണെങ്കിൽ എവിടെ വരെ പോകാനുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളെ പൊസിഷൻ സൈസ് ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഷെയറുമാണ് എനിക്ക് കിട്ടുന്ന ഏക ഒരു സപ്പോർട്ട്. അപ്പം പുതിയ കാര്യങ്ങൾ തരുവാനും പുതിയ വീഡിയോസ് ഇറക്കുവാനും അതിനൊക്കെ വേണ്ടി നിങ്ങളുടെ തരുന്ന സപ്പോർട്ട് കുറയണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൾക്കാർ കാണുന്നില്ല, അപ്പം വീടിൻ്റെ എടുക്കേണ്ട ആവശ്യമില്ല എന്ന് വെച്ച് ഞാനത് ഉപേക്ഷിക്കും. അപ്പം എല്ലാവരും ഒരിക്കൽ കൂടി വീഡിയോ കാണുക, ലെവൽസ് മാർക്ക് ചെയ്യുക, ലെവൽ വെച്ച് ട്രേഡ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾ വ്യക്തമായ ആ ലെവൽ വെച്ച് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യുമ്പോൾ അതിൻ്റെതായ ലാഭം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പം എല്ലാവർക്കും ഒരു ശുഭരാത്രി നേർന്നുകൊണ്ട് ഈ നല്ലൊരു ഞായറാഴ്ച നേർന്നുകൊണ്ട് ഞാൻ ഈ വീഡിയോ സൈൻ ഓഫ് ചെയ്യുന്നു. നിങ്ങളുടെ സ്വന്തം വിഷ്ണു ഗുപ്തൻ. ടേക്ക് കെയർ, ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.